الرحيم الحمد لله رب العالمين نحمد الله ونستعينه ونصلي على حبيبه المصطفى وآله وأصحابه الشرفاء ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور ويهديهم إلى صراط مستقيم صدق الله مولانا العلي العظيم. വളരെ സമാദരണീയരായ അഭിനന്ദരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട ഫാരിസ് PO, ഈ സദസ്സിൽ സന്നിഹിതരായ വളരെ അഭിനന്ദരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മുത്തഅല്ലിമീങ്ങളെ, കുറേ നേരം പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ ഞാനും നിങ്ങളും പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. വളരെ വൈകി. ഉച്ചയ്ക്ക് മുമ്പും വളരെ നല്ലൊരു സെഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഹാൾ തിങ്ങി നിറഞ്ഞ പുതിയ തലമുറ പങ്കെടുത്ത നല്ലൊരു പരിപാടി. ഇപ്പോൾ അല്ലെങ്കിൽ സദസ്സ് ഒട്ടും മോശമെന്നല്ല, ഒരാൾ തന്നെ ഒരുപാട് ആളുടെ സ്ഥാനത്ത് നിൽക്കുന്ന വളരെ വലിയ പണ്ഡിതന്മാരും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വങ്ങളും പണ്ഡിത വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന പ്രബുദ്ധമായ സഹോദരങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. ഇതേപോലുള്ള സംഗമങ്ങൾ തുടർന്നും വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സാരസമ്പന്നമായൊരു സംസാരം ഇവിടെ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ചെലവഴിക്കുന്നത് എന്ന നെയ്യത്തിൽ മാത്രമായിരിക്കണം ഇവിടെയുള്ള പങ്കാളിത്തം എന്നാണ് വളരെ വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന തരത്തിൽ നിങ്ങളെക്കാളും അറിവോ കാര്യങ്ങളോ കൂടിയ ഒരാളല്ല ഞാൻ. ധാരാളം പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ദർസ് നടത്തുന്ന ദാരിമി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമുക്കൊന്ന് ഓടിപ്പോകാം. അത് അവർ കൂടി ഇടപെട്ട് അതിനെ ഒരു വൃത്തിക്കാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വാസ്തവത്തിൽ നാം പണ്ഡിത സമൂഹം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിത വിദ്യാർത്ഥികൾ വിശ്വാസ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾ, സമൂഹം ചോദിക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ അതിൽ പാലിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു നിലപാട്, ആ വിഷയത്തിലുള്ളൊരു മൻഹജ് രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിലൂടെ പോയാൽ പലപ്പോഴും അള്ളാഹു ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ വലിയ സംഗതികളാണ് ആളുകളൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചെറിയ കുട്ടികൾ പോലും അല്ലെ നമ്മോടൊപ്പം എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, പള്ളിയിലൊക്കെ വരുന്ന, ഇപ്പോൾ സിദ്ദീഖ് ഫൈസി ഉസ്താദ് ഒരു അനുഭവം പറഞ്ഞു, പള്ളിയിലൊക്കെ വരുന്ന ആളുകൾ തന്നെയാണ് വളരെ ശക്തമായ നേരെ സ്ട്രൈറ്റായി ചോദിക്കുകയാണ് അള്ളാഹു ഉണ്ടോയെന്നൊക്കെ. പണ്ടൊക്കെ അങ്ങനെ ചോദിക്കുന്നതൊക്കെ ഒരു ഭയപ്പാടായിരുന്നു. ഇസ്ലാമിൻ്റെ പുറത്തുള്ളവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിന് വേറെ പലതിലുമാണ് വലിയ താല്പര്യം. പിശാച് അല്ലെങ്കിൽ ശൈത്വാൻ മൂർച്ച കൂട്ടിക്കൊടുക്കുന്ന അനാവശ്യമായ താല്പര്യങ്ങളിലാണ് അവരുടെ അല്ലെ നാം നമ്മുടെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അതേസമയം നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ അതിനെ ബലപ്പെടുത്തി തരുന്ന തരത്തിലുള്ള പണ്ഡിതോചിതമായ സംഗമങ്ങൾ, കൂടിയിരുത്തങ്ങൾ, ആലോചനകൾ, ഇൽമിയായ സമ്പർക്കങ്ങൾ, അതിനൊന്നും നല്ലൊരു ശതമാനം ആളുകൾക്കും ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, ചോദ്യോത്തരങ്ങളെ കൊണ്ട് മറികടക്കാൻ പറ്റുന്നതല്ല വിശ്വാസപരമായ കാര്യം. 1000 സംശയങ്ങൾക്ക് 1001 മറുപടി കൊടുത്താൽ ഇവിടെ ഇസ്ലാം ബാക്കിയാവുകയൊന്നുമില്ല. അങ്ങനെയല്ല സത്യത്തിൽ അംബിയ മുർസലീങ്ങളുടെ ദഅവത്ത് സംഭവിച്ചത്. അതൊരു ഭാഗത്ത് ആവശ്യമാണ്. അതേസമയം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സംവിധാനമോ ഒരു പഠന വിഷയമോ
ഒരു ഗവേഷണ വിഷയമോ ഒന്നുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ജീവിത രീതിയാണ്. ആളുകൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. ആ ജീവിത രീതി രാവും പകലും വരുന്നു, ദുഃഖവും സന്തോഷവും വരുന്നു, ഇണക്കവും പിണക്കവും വരുന്നു, സമാധാനവും സംഘർഷവും വരുന്നു, സാമ്പത്തികമായ വിഷയങ്ങളും സാംസ്കാരികമായ വിഷയങ്ങളും വരുന്നു. ഇത് മുഴുവനും പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ട് വികസിച്ച് വന്ന ഒരു ജീവിത പദ്ധതിയാണ് വാസ്തവത്തിൽ ഇസ്ലാം. അപ്പോൾ ആ തത്വത്തോട് സമൂഹത്തെ താല്പര്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു അവൻ്റെ പ്രവാചകരിലൂടെ ഉപയോഗിച്ച ഒരു രീതി എന്ന് പറയുന്നത് സ്നേഹബന്ധമുണ്ടാക്കുക, വിധേയത്വമുണ്ടാക്കുക. നമ്മുടെ ഇഷ്ക് അല്ലെങ്കിൽ ഹുബ്, അതിൽ നിന്നാണ് ഇത്തിബാഇൻ്റെ ഒരു രീതിശാസ്ത്രത്തെ പരിശുദ്ധ ഇസ്ലാം വികസിപ്പിച്ചത്. യുക്തിഭദ്രമായ ശാസ്ത്രീയമായ വ്യവസ്ഥാപിതമായ ലോകതത്വങ്ങൾ പറഞ്ഞുകൊണ്ടല്ല. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾക്ക് അള്ളാഹുവിനോട് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ വിലമതിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പ്രധാനം അള്ളാഹു ആണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന് അവരോട് പറയൂ. എന്തിന് നാം അള്ളാഹുവിന് മനസ്സ് കൊടുക്കണം, എന്തിന് നാം അള്ളാഹുവിനെ വിലമതിക്കണം എന്നൊക്കെയായിരുന്നു വാസ്തവത്തിൽ ആ ജനതയെ ഖുർആൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു പരിധിയോളം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ അള്ളാഹുവിനെ അംഗീകരിച്ച് അനുസരിച്ച് മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ അകത്തേക്ക് വന്നത്. വിശുദ്ധ ഖുർആൻ്റെ തന്നെ അധ്യായങ്ങളുടെ ഒരു ക്രമം പരിശോധിച്ചാൽ ആദ്യകാലത്തുള്ള അധ്യായങ്ങളുടെ സ്വഭാവം ജീവിതം, മരണം, പരലോകം, മഹ്ശർ, അള്ളാഹുവിൻ്റെ ആലാത്തുകൾ, ആലാവുകൾ ഇതൊക്കെ പരിചയപ്പെടുത്തി മനുഷ്യരുടെ നിസ്സാരതയും അള്ളാഹുവിൻ്റെ വലിപ്പത്തരവും ഈ പ്രാപഞ്ചികമായ മനുഷ്യർ ജീവിക്കുന്ന, കാണുന്ന, ബന്ധപ്പെടുന്ന പരിസരങ്ങളിലെ അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വെച്ച അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത്രയും വലിയ അള്ളാഹു, നിങ്ങൾക്ക് വെള്ളം തരുന്ന, വായു തരുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങളെ മരിപ്പിക്കുന്ന, നിങ്ങളില്ലായിരുന്നുവെങ്കിലും ഈ പ്രപഞ്ചത്തിനൊരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല, എന്നിട്ടും പുതിയാപ്പിളയെ, പുതുമണവാട്ടിയെ കൊണ്ടുവരുന്നത് പോലെ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന ആ അള്ളാഹുവിനെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്, ആ അള്ളാഹുവിനെയല്ലേ നിങ്ങൾ അനുസരിക്കേണ്ടത് എന്ന് അവരോട് നിരന്തരം ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെയാണ് വാസ്തവത്തിൽ നമ്മുടെ തസവ്വുഫ് വിശ്വാസശാസ്ത്രപരമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ. അഖീദ കൊണ്ട് മാത്രം നമുക്ക് സമൂഹത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ സന്ദേഹിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്കൊരിക്കലും അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. അത് ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരുടെ രീതിയായിരുന്നില്ല. അഖീദയുടെ കൂടെ ആധ്യാത്മികത കൂടി കൊടുക്കുമ്പോഴേ, അല്ലെങ്കിൽ അതുകൂടി ചേരുമ്പോഴേ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ നോക്കേണ്ടത് പോലുമില്ല, നമുക്ക് പോലും ഈ ദീൻ ശരിയാണെന്ന് അനുഭവിച്ച് ബോധ്യപ്പെടുവാൻ കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ ഭാഗമായി ആമുഖമായി ഈ ഭാഗം സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതാണ്. പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ ഭാഗം. നീയത്ത് വെക്കുക എന്നല്ലേ നമ്മൾ പറയൽ. അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മനസ്സിനാണ്. മനസ്സ് അള്ളാഹുവിന് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. യുക്തി വിചാരം മനസ്സിലാണ് വരുന്നത്. മനസ്സ് എവിടെ എന്നുള്ളത് വലിയൊരു പ്രഹേളികയാണ്. അത് ഹൃദയവും തലച്ചോറും തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ അത് തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അല്ലെങ്കിൽ പ്രതിഫലനമാണ് എന്നൊക്കെയാണ് അതിൻ്റെ ഒരു സയൻസ്. മനസ്സ് എന്ന് പറയുന്നിടത്താണ് അതിൽ തലച്ചോറ് എൻഗേജ് ചെയ്യുന്നു, ഹൃദയം എൻഗേജ് ചെയ്യുന്നു. അവിടെയാണ് യുക്തി വിചാരമുള്ളത്, അവിടെയാണ് വികാരമുള്ളത്, അവിടെയാണ് വിചാരമുള്ളത്, അവിടെയാണ് ചോദ്യം ചെയ്യലുള്ളത്, അവിടെയാണ് നിരാസമുള്ളത്, അവിടെയാണ് സ്വീകരണമുള്ളതൊക്കെ മനസ്സിലാണ്. അപ്പം അള്ളാഹു നമ്മിൽ നിന്നും ബേസിക്കലി ആവശ്യപ്പെട്ട സാധനം നമ്മുടെ മനസ്സാണ്. അത് തന്നെയുണ്ട് അള്ളാഹു ആണ് ഇതിനെ ഉണ്ടാക്കിയത് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ്. കാരണം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹത്തിനും അള്ളാഹു സക്കാത്ത്, അതിൻ്റെതായ സദക്കകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊടുക്കാനും അള്ളാഹുവിന് നൽകാനും. ഉദാഹരണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ആരോഗ്യം. അപ്പോൾ സമ്പത്തിൻ്റെ സക്കാത്ത് മനുഷ്യർക്ക് കൊടുക്കാനുള്ളതാണ്, പടപ്പിന് കൊടുക്കാനുള്ളതാണ്. ശാരീരികമായ ആരോഗ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ശാരീരികമായ ആരോഗ്യത്തിൻ്റെ സക്കാത്താണ്. ആത്മീകമായി പറഞ്ഞാൽ നിസ്കാരം, ഹജ്ജ്, ദാനധർമ്മങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനം, ഇതൊക്കെ അതിൻ്റെതായ സ്പേസുകളിൽ നാം നിർവഹിക്കുന്നു. അതേസമയം ശാരീരികമായ ആരോഗ്യത്തെക്കാളും സാമ്പത്തികമായ ഭദ്രതയെക്കാളും ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മനുഷ്യൻ്റെ രാജാവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്, മനുഷ്യൻ്റെ തലച്ചോറാണ്, മനുഷ്യൻ്റെ ഹൃദയമാണ്. തീർച്ചയായും സാമ്പത്തികമായി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത 25 ലക്ഷം രൂപ അല്ലെ 50 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു. ഒരുപക്ഷെ ദൈവവിശ്വാസി അല്ലെങ്കിൽ വിഷാദ രോഗിയോ അല്ലെങ്കിൽ ആത്മഹത്യയിൽ അഭയം തേടുന്ന തരത്തിൽ മാനസിക രോഗിയോ ഒക്കെ ആയി മാറും. അതിൻ്റെ കണക്കുകൾ തന്നെ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മനസ്സ് വെച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. ഈ വരുന്ന നഷ്ടങ്ങളിൽ, ഈ സംഭവിച്ച നഷ്ടങ്ങൾ നമുക്ക് മറികടക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇനി ശരീരത്തിന് ആരോഗ്യമില്ല, വലിയ രോഗം ഒരുപക്ഷെ നമുക്ക് അല്ലേ ആളുകൾക്ക് ബാധിച്ചു വന്നിരിക്കട്ടെ. ഡോക്ടർമാരെന്താ പറയാറുള്ളത്? നിങ്ങൾ മനസ്സാന്നിധ്യം കൈവിടരുത്. മനസ്സിന് ബലമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മറികടക്കാൻ പറ്റും. മറികടന്നാൽ ഡോക്ടർമാർ തന്നെ പറയും ഞങ്ങൾക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരുടെ മനസ്സാണ് അവരെ
ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? എല്ലാം മനസ്സാണ്. അപ്പോൾ സമ്പത്തിൻ്റെയും ശാരീരിക ആരോഗ്യത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായ വികാര വിചാരങ്ങളുടെ ഉറവിടമായ മജ്മഉൽ അൽഗാ എന്നൊക്കെയാണ് ആലങ്കാരികമായ അറബിയിൽ പറയുക. സംഗമസ്ഥാനങ്ങളാണ് വികാരങ്ങളുടെ. ആ കേന്ദ്രം അള്ളാഹുവിനെ നൽകുക. ഇതാണ് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ബേസ്. ഇതാണ് നീയത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കാറ് വെക്കേണ്ടത് പോർച്ചിലാണ്, സൈക്കിൾ വെക്കേണ്ടത് മുറ്റത്താണ്, കാശ് വെക്കേണ്ടത് കീശയിലാണ്, ഉപകരണങ്ങൾ വെക്കേണ്ടത് അലമാരയിലാണ്, വസ്ത്രങ്ങൾ വെക്കേണ്ടത് ആങ്കറിലാണ്, പാത്രങ്ങൾ വെക്കേണ്ടത് അലമാരയിലാണ് അല്ലെങ്കിൽ അടുക്കളയിലാണ്, ഭക്ഷണം വെക്കേണ്ടത് കുക്കറിലാണ്. ദെൻ അടുത്തൊരു ചോദ്യം, നീയത്ത് വെക്കേണ്ടത് എവിടെയാണ്? സ്വാഭാവികമായി നീയത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെ എടുത്ത് എവിടെയോ വെക്കലാണ്. വേറെന്താ നീയത്ത് വെക്കൽ? ഫീലുൻ കൽബിയുൻ, ഹൃദയത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പം ഞാനിതാ ളുഹർ നമസ്കരിക്കാൻ നീയത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 4 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ മനസ്സ് നിന്റെ മുമ്പിൽ വെച്ചു. ഇനി നീയല്ലാത്തൊരു കാറ്റോ കൂറ്റോ അതിലേക്ക് വരാൻ പോകുന്നില്ല. അതല്ലേ സൂഫികൾ പറയാറുള്ളത്? എൻ്റെ മനസ്സിൽ നീയല്ലാത്തൊരു വിചാരം വന്നാൽ ഒരു നിമിഷാംശ നേരത്തേക്ക് നീയല്ലാത്തൊരു വിചാരം എൻ്റെ മനസ്സിൽ വന്നാൽ ഹക്കംതു ബിരിദ്ദത്തി, ഞാനൊരു എക്സ് മുസ്ലിമാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നു, ഞാൻ മുർത്തദ്ദാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയും. അതൊരു സൂഫി തലമാണ്, മുഖറബീങ്ങളുടെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ ഇത്രയും നേരത്തേക്ക് ഞാൻ എൻ്റെ മനസ്സ് നിനക്ക് തന്നു, എൻ്റെ മനസ്സ് നിൻ്റെ മുമ്പിൽ വെച്ചു. ഇത് ദിനേന 5 നേരം പരിശീലിപ്പിക്കുന്നു, അതിൻ്റെ സുന്നത്തുകളിൽ പരിശീലിപ്പിക്കുന്നു, 1 മാസം നോമ്പിൽ പരിശീലിപ്പിക്കുന്നു. ഈ പരിശീലനം കൂടി ലാസ്റ്റ് ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതവും മരണവും വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു മനുഷ്യൻ നീയത്ത് വെക്കേണ്ടത് ജീവിക്കുമ്പോഴായിരിക്കും. എൻ്റെ ജീവിതം അള്ളാഹുവിന് വേണ്ടിയാക്കുവാൻ ഞാൻ നീയത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സ് ജീവിതത്തിലുടനീളം അള്ളാഹുവിന് കൊടുത്തു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ, എൻ്റെ ഈ ജീവിതം, വമമാത്തി, എൻ്റെ മരണം, എൻ്റെ ഈ നിലനിൽപ്പിൻ്റെ ആയുസിൻ്റെ ഈ കാലദൈർഘ്യത്തിൻ്റെ ആദ്യമധ്യാന്തം ഉടനീളം ഞാൻ അള്ളാഹുവിന് വേണ്ടിയാകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ആധ്യാത്മികത മുന്നോട്ട് വെക്കുന്ന സങ്കല്പം ഏറ്റവും വലിയ ആരാധന ജീവിതമാണ് എന്നുള്ളതാണ്. ജീവിതം എന്ന ഇബാദത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആരാധനയാണ് നിസ്കാരവും ഹജ്ജും നോമ്പുമല്ല. അപ്പം അതിനൊരു നീയത്തുള്ളത് പോലെ അതിനേക്കാളും വലിയൊരു നീയത്ത് ജീവിക്കുമ്പോൾ നീയത്ത് വെക്കുക. ജീവിക്കുമ്പോൾ നീയത്ത് വെക്കുന്നതിൻ്റെ താല്പര്യം ഈ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഊർജമായ, എന്നെ ഞാനാക്കി തീർക്കുന്ന എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽവിലാസത്തിൻ്റെ അടിസ്ഥാന ഘടകമായ എൻ്റെ മനസ്സ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. മനസ്സ് നിനക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി അതിൽ വരുന്ന വിചാരങ്ങൾക്ക് സ്ഥാനമില്ല, യുക്തി വിചാരങ്ങൾക്ക് സ്ഥാനമില്ല, അത് നിൻ്റെതാണ്. അതല്ലേ, അവിടെയല്ലേ യുക്തിവാദവും ഇസ്ലാമും രണ്ടാവുന്നത്? വാസ്തവത്തിൽ അതല്ലേ ഒരു മർമ്മം അതിൻ്റെത്. അള്ളാഹു തരുന്നത് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ്. ഉദാഹരണം നോക്കൂ, ബലിപെരുന്നാളിന് നമ്മൾ ഉരുക്കൾ അറുക്കുകയാണ്. പോത്ത്, മൂരി, ആട്, പശു ഒക്കെ അറുക്കുകയാണ്. തൽക്കാലം പശുവിനെ അറക്കുന്നില്ല, അറക്കണ്ട. സ്വാഭാവികമായി അതൊരു ക്രൂരത തന്നെയാണ് ഒരർത്ഥത്തിൽ. എന്തുകൊണ്ടാണ്? മിണ്ടാപ്രാണിയായ ഒരു മൃഗത്തിനെയാണ് നമ്മൾ അറക്കുന്നത്. പ്രതിരോധിക്കാൻ കഴിയുന്നില്ല, കാലൊക്കെ കെട്ടി മറിച്ചിട്ട് പോത്തിന് പ്രാണവേദന, നമുക്ക് വീണവായന, അല്ലാഹു അക്ബർ, അല്ലാഹു. ശരിക്കും ആലോചിച്ചൊക്കെ നടക്കുന്നതെന്നുള്ളത്. അവിടെ ചോര ചീറ്റി പെടയുന്ന ആ സന്ദർഭത്തിലാണ് ഇവിടെ തക്ബീർ. അതിൻ്റെ യാഥാർത്ഥ്യ വാസ്തവത്തിൽ എന്താ? എൻ്റെ വിഷയം എന്താ അറിയോ? മനസ്സ് അള്ളാഹുവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ യുക്തിവാദം ഇല്ലാതാവും, ഇസ്ലാമിനകത്തുള്ള യുക്തിചിന്ത ഇല്ലാതാകും. കാരണം ഞാൻ ജസ്റ്റ് ഉദാഹരിച്ചതാണ്. ഈ ബലിമൃഗത്തിനെ അറുക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൻ്റെ രക്തമല്ല, മാംസമല്ല എൻ്റെ പക്കൽ എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ നീയത്താണ് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നീയത്ത് അള്ളാഹു ഇത്ര വിലമതിക്കുന്നത്? നമ്മളവിടെ ഈ പോത്തിനെ അറുക്കുമ്പോൾ അയ്യോ പാവം എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസ്സിൽ അപ്പോൾ 2-3 ഫീലിങ്ങുകൾ വന്നതുകൊണ്ടാണ്. പിറ്റി ആൻഡ് സിമ്പതി എന്നൊക്കെ പറയും. കഥാർസിസ് എഫക്ഷനിലൂടെ പോകുന്ന അനുകമ്പയും ദയയും ആർദ്രതയും കൃപയും കരുണയും അങ്ങനെ തുടങ്ങിയ ലോലവികാരങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി. അപ്പോഴാണ് നമുക്ക് ഈ ഫീൽ ഉണ്ടാവുന്നത്, അയ്യോ പാവം. നോക്കൂ, നമ്മൾ വെണ്ടക്ക വെട്ടുമ്പോൾ നമുക്ക് അയ്യോ പാവം തോന്നുന്നുണ്ടോ? പയർ വെട്ടുമ്പോൾ തോന്നുന്നുണ്ടോ? നമ്മുടെ വളപ്പിലെ ചീര ചെത്തുകയാണ്. സയൻറ്റിഫിക്കലി ചിന്തിച്ചാൽ ചീരയുടെ വികാരം തന്നെയാണ് പോത്തിനും മനുഷ്യനൊക്കെ ഉള്ളൂ. ചീരക്ക് പ്രാണവേദനയുണ്ട്, പച്ചിലകൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പച്ചിലകൾക്കിടയിൽ പ്രണയമുണ്ട്, പരാഗണം നടക്കുന്നുണ്ട്.
ഒരുപക്ഷെ മൃഗങ്ങളെ അറുക്കുന്നതിനേക്കാളും ക്രൂരമാണ് പച്ചക്കറി വെട്ടുന്നത്. കാരണം മൃഗങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പടക്കാനെങ്കിലും പറ്റും, പച്ചക്കറികൾക്ക് അതിന് പോലും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി മൃഗങ്ങളോട് നമുക്ക് അലിവ് തോന്നുന്നതും വത്തക്ക വെട്ടുമ്പോൾ തോന്നാത്തതിൻ്റെയും പിറകിലുള്ള കാരണം പച്ചിലകൾ വെട്ടുമ്പോൾ അള്ളാഹു നമുക്ക് കൃപയും അലിവും തന്നില്ല. മൃഗത്തെ അറുക്കുമ്പോൾ കൃപയും അലിവും നമുക്ക് തന്നു അള്ളാഹു. വാസ്തവത്തിൽ ഈ കൃപയും അലിവും നമ്മൾ ഉണ്ടാക്കിയതാണോ അള്ളാഹു ഉണ്ടാക്കിയതാണോ? അള്ളാഹു ഉണ്ടാക്കിയതാണ്. നമുക്ക് സ്വയമേവേ അത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ, ഇവിടെ പ്രകൃതി തീവ്രവാദികളില്ലേ, എൻവയോൺമെന്റൽ ടെററിസ്റ്റുകൾ, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല, ഇല പോലും നുള്ളാൻ പാടില്ല, ആഴത്തിൽ അമർത്തി നടത്തിയിട്ട് ഒരു മണ്ണിനെ പോലും അധികം നമ്മൾ മണ്ണിൻ്റെ ആത്മാഭിമാനം പോലും കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് വരെ എത്തി നിൽക്കുന്ന പച്ചില തീവ്രവാദങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി തീവ്രവാദം. അതുപോലെ നമ്മളും പറയില്ലേ, നമുക്ക് തൽക്കാലം ചില സന്ദർഭത്തിൽ പിറ്റി ആൻഡ് സിമ്പതി അള്ളാഹ് തന്നിട്ടില്ല, ചിലപ്പോൾ തന്നു. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അള്ളാഹു തരുന്നതാണ്. അള്ളാഹു തരുന്നതായത് കൊണ്ട് അള്ളാഹു തരുന്ന പണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ, അള്ളാഹു തരുന്ന ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് ഹജ്ജും ഉംറയും നിസ്കാരവും ജീവകാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത് പോലെ അള്ളാഹു തന്ന ഈ മനോവികാരങ്ങളും വിചാരങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ബലിയിറക്കുകയാണ്. അതുകൊണ്ടാണ് വാത്സല്യത്തെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറുത്തത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ ശ്രമിച്ചപ്പോൾ എന്ന് നമ്മൾ പറയുന്നത്. ഇബ്രാഹിം, താങ്കൾ താങ്കളുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. വാസ്തവത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ കഴുത്തിലുള്ള ഒരു ചർമ്മത്തിന് പോലും മുറിവേറ്റിട്ടില്ല, ഒരഭിപ്രായ പ്രകാരം അരച്ചിട്ട് പോലുമില്ല, കത്തി അണച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അശരീരി മുഴങ്ങുന്നത്. സ്വപ്ന നിർദ്ദേശം സാക്ഷാത്കരിച്ചു. എവിടെയാണ് സ്വപ്ന നിർദ്ദേശം? ഇബ്രാഹിം അലൈഹിസ്സലാം ശിരസാ വഹിച്ചത് നിറവേറ്റിയത്. ഇത്രയാണ് പുത്രനോടുള്ള വാത്സല്യം, സീമന്ത പുത്രനോടുള്ള വാത്സല്യം. അത് ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾക്കൊണ്ടു. അത് എനിക്ക് ഞാനുണ്ടാക്കിയ വാത്സല്യമല്ല, ഫീലിംഗ് അല്ല, അള്ളാഹ് തന്നതാണ്. അള്ളാഹു ആ വാത്സല്യം ഇബ്രാഹിം അലൈഹിസ്സലാമിന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു മൺപിടി മാത്രമാണ്, ഒരു കഷ്ണം കാലടി മുതൽ തലമുടി വരെയുള്ള ഒരു മണ്ണിൻ്റെ കൂട് മാത്രമാണ് ഏത് മനുഷ്യൻ എന്ന പോലെയും ഇസ്മായിൽ അലൈഹിസ്സലാമും. നിങ്ങൾ എന്നെ വാല്യൂ ചെയ്യുന്നത് വാസ്തവത്തിൽ എന്നോട് നിങ്ങൾക്ക് ചില ഫീലിങ്ങുകൾ അള്ളാഹു തരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പീഠത്തിനോട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് എന്നോടും തോന്നും. ഞാൻ നിങ്ങളെ ഒരു മൂല്യമുള്ള സാന്നിധ്യമായി പരിഗണിക്കുന്നത് നിങ്ങൾക്ക് നേരെ അള്ളാഹു എനിക്ക് ചില ഫീലിങ്ങുകൾ തരുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന കസേരയും ഇവിടെയുള്ള ഭൗതികവാദികൾ പറയുന്നത് പോലെ ചില മാറ്ററുകൾ മാത്രമായിരിക്കും, ചില പദാർത്ഥങ്ങൾ മാത്രമായിരിക്കും. ഞാൻ ഇവിടെ ദീർഘിപ്പിച്ച് പറയുകയല്ല. അള്ളാഹു തരുന്ന ഫീലിങ്സുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നതിൻ്റെ പേരാണ് ഇസ്ലാം. അതിലെല്ലാം പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ബലിയിറക്കുന്നതിനെ ഉദാഹരിച്ചത്. അള്ളാഹു പോത്തിനോട് തന്ന സിമ്പതിയെ, അലിവിനെ, കൃപയെ നമ്മൾ കഴുത്തിൽ കത്തിവെച്ചിട്ട് പറയുന്നു ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. എല്ലാവർക്കും അത് തോന്നുമോ? ഇപ്പം ഇസ്രായേലിലെ ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു സങ്കോചവും തോന്നുന്നില്ല, ഒരു പ്രശ്നവും തോന്നുന്നില്ല. അതേസമയം അതേ മനുഷ്യൻ കുപിതനായിട്ടുണ്ട്, ക്രുദ്ധനായിട്ടുണ്ട്. അദ്ദേഹം താമസിച്ച ഒരു ഹോട്ടലിൽ അദ്ദേഹത്തിന് കൊതുക് കുത്തിയപ്പോൾ ഒരു കൗതുക ന്യൂസ് ഇന്റർനെറ്റിലൊക്കെ ഓടിയിരുന്നു. കൊതുക് വല മുറിഞ്ഞിട്ട് തന്നെ കൊതുക് കടിച്ചപ്പോൾ പ്രധാനമന്ത്രി ക്ഷോഭിക്കുന്നു. അതേസമയം പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് അലിവ് തോന്നുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് പാലസ്തീനിയൻ കുഞ്ഞുങ്ങളോട് കൃപയും അലിവും അള്ളാഹു തോന്നിപ്പിക്കുന്നില്ല. ഉക്രൈനിലുള്ള ആളുകളുടെ മീതെ മിസൈൽ ഇടാൻ ആജ്ഞാപിക്കുമ്പോൾ വ്ളാഡിമിർ പുടിന് ആ സാധനം തോന്നുന്നില്ല. നമ്മുടെ നാടുകളിലേക്കും നിങ്ങൾ ആ ഒരു ലോ അപ്ലൈ ചെയ്ത് നോക്കൂ, നമ്മൾ ആ പേരുകളൊന്നും പറയണ്ട. ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് വലിയ മൂല്യം, അവരുടെ രക്തത്തിന് മൂല്യം, അവരുടെ സമയത്തിന് മൂല്യം. അതേ നാട്ടിലുള്ള വേറെ ആളുകളുടെ ജീവന് മൂല്യമില്ല, രക്തത്തിന് മൂല്യമില്ല, സമയത്തിന് മൂല്യമില്ല, തറവാട്ടിന് മൂല്യമില്ല, പാരമ്പര്യത്തിന് മൂല്യമില്ല, ഒന്നിനും മൂല്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സാധനം അള്ളാഹു കൊടുത്തില്ല. ഞാൻ ഇത്രയാകെ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു തരുന്നതാണ് യുക്തി വിചാരം, അള്ളാഹു തരുന്നതാണ് ചിന്താശേഷി. അത് നമ്മൾ ഭക്ഷണം കഴിച്ചുണ്ടാക്കുന്ന സാധനമല്ല. ഭക്ഷണം കഴിച്ച് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഇത് എല്ലാവർക്കും ലഭിക്കണമായിരുന്നു. ഇത് മനസ്സിലാവുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എഫക്ഷനാണെങ്കിൽ നോക്കൂ, ഒരാളെങ്ങനെ അതേ ഭക്ഷണം കഴിച്ചയാൾ, അല്ലെ അതേ സാഹചര്യത്തിൽ വായു ശ്വസിച്ചയാൾ, അതേ സൂര്യൻ്റെ വെയിലേറ്റയാൾ, അതേ വെള്ളം കുടിക്കുന്നയാൾ, അതേ അന്തരീക്ഷത്തെ അനുഭവിക്കുന്നയാൾ, അതേ മനുഷ്യനെ പോലെയുള്ള മൂലകങ്ങളും സംയുക്തങ്ങളും ആറ്റോമിക് തലങ്ങളും സബ് ആറ്റോമിക് തലങ്ങളും ഒക്കെ സെയിം. ക്രൂരനായ മനുഷ്യനെയും കരുണാവാനായ മനുഷ്യനെയും മണ്ണിൽ കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന സാധനം ഒരേ 10 സംയുക്തങ്ങളും മൂലകങ്ങളും. ശ്വസിച്ച വായു സെയിം, കിട്ടിയ വെയിൽ സെയിം, ഒക്കെ തുല്യമാണ്. പക്ഷേ ഒരാൾ കരുണാവാനായി, മറ്റേയാൾ ക്രൂരനായി. ഒരു കാരണമേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു സാധനം അള്ളാഹു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു സാധനം അള്ളാഹു കൊടുത്തില്ല. അപ്പോൾ അള്ളാഹു തന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ തത്വമാണ് അഹ്ലുസുന്ന, എന്നുള്ള അടിസ്ഥാനപരമായ തത്വമാണ് സുന്നത്തി ജമാഅത്ത്. അതാണ് നമ്മുടെ തസവുഫ്. അവിടെയാണ് പ്രതിയുക്തി ചിന്തകൾക്കും സ്വതന്ത്ര ചിന്തകൾക്കും ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഇടമില്ലാതാകുന്ന ഏക പോയിന്റും അള്ളാഹുവിനെ സമർപ്പിതനാവുക എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ഉണ്ടാക്കാൻ പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ടുവന്ന മഹാത്മാക്കളും
അള്ളാഹുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, പ്രവാചകനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സംവാദം നടത്തിയിട്ടില്ലല്ലോ. ഒരു ഘട്ടത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു വേദി പോലും ഒരുങ്ങുന്നത് മുബാഹലക്ക് വേണ്ടി. ബാക്കി സംവാദാത്മകമായിരുന്നില്ല. അതേസമയം സംവാദാത്മകമായിരുന്നില്ല എന്ന് മാത്രമല്ല, സംവാദത്തിനെ ഞാൻ എതിർക്കുകയല്ല. നമ്മൾ പലരും സംവാദം നടത്തുന്നവരാണ്. ഇനിയും സംവാദത്തിന് അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരുങ്ങിയാൽ നമ്മളൊക്കെ സംവാദത്തിന് ഒന്നല്ല എത്രയും വട്ടം തയ്യാറുമാണ്. ഞാൻ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾ. പക്ഷേ അടിസ്ഥാനപരമായി അതല്ല ദഅവത്തിന്റെ ഒരു രീതി എന്നുള്ളതാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ എന്തുകൊണ്ട് മക്കയിൽ അവതീർണമായി ആരംഭിച്ചു എന്നൊക്കെയുള്ളതിന്റെ ഒരുപാട് ഉത്തരങ്ങളിൽ ഒരു ഉത്തരം എന്തേ പണ്ഡിതന്മാർ പറയുന്നത്, മക്കയ്ക്ക് വെളിയിലായിരുന്നുവെങ്കിൽ സംവാദം നടത്താനും ആശയ സംഘടന നടത്താനും മാത്രമേ നേരമുണ്ടാകുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം മിഡിൽ ഈസ്റ്റിന്റെ പുറത്തേക്ക് പോയാൽ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ മക്കയുടെ വെളിയിൽ ഹിജാസിന്റെ പുറത്തേക്ക് തന്നെ പോയാൽ ഒരു ഭാഗത്ത് മുഴുവനും ഇഞ്ചീലിന്റെ ആധിപത്യത്തിന്റെ ആ ഒരു സ്വാധീനമുള്ള നസാറ സമൂഹമാണ്. മറ്റൊരു ഭാഗത്ത് യഹൂദ സമൂഹമാണ്, തോറയാണ്, പുതിയ നിയമവും പഴയ നിയമമാണ്. ഇനി ഒന്നുകൂടി തുർക്കിയുടെ ഭാഗത്തേക്ക്, റോമൻ എംപയർ അല്ലെങ്കിൽ ഗ്രീക്ക് എംപയർ, ആ ഭാഗത്തേക്ക് പോയാൽ അവിടെയൊക്കെ പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും എപ്പിക്രസിന്റെയും ഗാലിന്റെയും ഒക്കെ തത്വശാസ്ത്രങ്ങളാണ്. ചൈനയിലേക്കും ഇന്ത്യയിലേക്കൊക്കെ വന്നാൽ ഒരുപാട് ആചാര്യ മതങ്ങളാണ്. പേർഷ്യയിലേക്ക് വന്നാലും സൗരാഷ്ട്ര മതമാണ്. അപ്പൊ അവിടെയൊക്കെ നിലവിൽ വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയി വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡെയിലി LCD ക്ലിപ്പിംഗ് സഹിതം പ്രസംഗിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ഇത് വലിയൊരു വിഷയമാകും. സംഘടന ഉണ്ടാവും, സംഘർഷം ഉണ്ടാവും, സംവാദം ഉണ്ടാവും, ഡെയിലി പോസ്റ്റ് ചെയ്യേണ്ടി വരും, വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടി വരും, അന്നത്തെ രീതിയിൽ. പക്ഷേ ഇതൊന്നുമില്ലാത്തൊരു ഭൂമികയിലേക്ക് അള്ളാഹു ഖുർആൻ കൊണ്ടുപോയി വെച്ചു. എന്നാൽ ആ ഭൂമികയിലുള്ള ആളുകളോ, ലോകത്തെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ആളുകൾ, മനപ്പാഠം പഠിക്കാൻ ഓർമ്മശക്തിയുള്ള ആളുകൾ, ലോക പരിചയമുള്ള വ്യാപാരികൾ, എല്ലാം കൊണ്ടും യോജിച്ച ഒരിടം തന്നെ. ഇപ്പൊ വാസ്തവത്തിൽ ഈ പരിവരുത്ത മരുഭൂമിയിലെ അറേബ്യയിലെ മനുഷ്യരോട്, അറേബ്യയിലെ ഒരു പ്രത്യേകത, ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ മണ്ണിന്റെയും അന്തരീക്ഷത്തിന്റെയും സ്വഭാവം അവിടെയുള്ള മനുഷ്യർക്കും വരുന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി മരുഭൂമിയുടെ പ്രത്യേകത പുറമേ വരേണ്ടതായിരിക്കും, അകമേ ഒരു തുള്ളി നനവിന് വേണ്ടി ദാഹിക്കും. ഇതാണ് മരുഭൂമിയുടെ ഒരു സ്ട്രക്ചർ. പുറമേ ചുട്ടുപൊള്ളും, അതിൻ്റെ അകത്ത് ഒരു തുള്ളി നനവിന് വേണ്ടി ദാഹിക്കും. ഇത് തന്നെയാണ് മരുഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യരുടെയും സ്വഭാവം. റഫായിരിക്കും, പെടുന്നതിനെ ക്ഷോഭിക്കും, വാളൊക്കെ ഉറയിലുണ്ടാകും. പക്ഷേ സ്നേഹിച്ചാലോ അവർ സ്നേഹിച്ചു കൊല്ലും, വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കും. അങ്ങനെയുള്ള ഒരിടത്തേക്ക് കൊണ്ടുപോയി ഖുർആൻ അവതരിപ്പിക്കുകയും സ്നേഹത്തിന്റെ ഭാഷയിൽ മതത്തിന്റെ ആധികാരികതയെ പ്രബോധനം ചെയ്യുകയും ചെയ്തു. നമുക്കിന്നില്ലാതെ പോകുന്നത്, നമുക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഈ സമൂഹത്തിന് ഇനിയും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നമ്മളിലേക്ക് വിരൽ ചൂണ്ടി ആത്മവിചാരണ ചെയ്ത് അതിനൊരു കാരണമുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൻ്റെ അകത്തുള്ള ഇലാഹി സ്നേഹത്തിൻ്റെ എലമെന്റുകൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സൂഫികളെ നമ്മൾ ബഹിഷ്കരിച്ചു, സൂഫിസത്തിൻ്റെ സിമ്പലുകളെ നമ്മൾ യാഥാസ്ഥികമെന്ന് മുദ്രകുത്തി, നമ്മൾ ശാസ്ത്രം മാത്രം സംസാരിക്കാൻ തുടങ്ങി, ലോജിക്ക് മാത്രം സംസാരിക്കാൻ തുടങ്ങി. ലോജിക്ക് കൊണ്ടും ശാസ്ത്രം കൊണ്ടും ഉണ്ടാകുന്ന സംഗതിയല്ല, ഞാനത് റിപ്പീറ്റ് ചെയ്യുകയല്ല, സ്നേഹം കൊണ്ടുണ്ടാകേണ്ടതാണ്. ലോജിക്ക് കൊണ്ടും ശാസ്ത്രം കൊണ്ടും ഇസ്ലാമിനെ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ അധികം ദീർഘിപ്പിക്കുകയല്ല. ഇപ്പോൾ ഉദാഹരണം നോക്കൂ, വയനാട്ടിൽ നമുക്ക് തത്വം മാത്രം പറയേണ്ട പ്രായോഗികമായി 1-2 സോഷ്യൽ മീഡിയ വിഷയങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത്. ഉരുൾപൊട്ടലുണ്ടായി മുണ്ടക്കയിൽ. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ 450-500ഓളം ആളുകൾ മരണപ്പെട്ട് കുറേ ആളുകൾ ഇപ്പോഴും കാണാമറിയാത്താണ്. അള്ളാഹു അവർക്കൊക്കെ ഷഹാദത്തിൻ്റെ കൂലി നൽകട്ടെ. അല്ല, ഞാൻ മാത്രമാണ് ഇപ്പോൾ ഉണർവിലുള്ളൂ. അപ്പോൾ വളരെ സജീവമായൊരു ചോദ്യം. എന്താ ചോദ്യം? ഇത്രയും ആളുകളെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ അപഹരിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ അള്ളാഹു എന്തെടുക്കുകയായിരുന്നു? വളരെ റെലവൻ്റ് ആയൊരു ചോദ്യമാണത്. ഇത്രയും ആളുകളെ ഈ മലയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അള്ളാഹു എന്താ കണ്ണ് കാണുന്നില്ലായിരുന്നോ? നട്ടപ്പാതിരക്ക് ഉറങ്ങുകയായിരുന്നോ? ഞാൻ ആ ചോദ്യം തമാശക്ക് ഉദ്ധരിച്ചതല്ല. ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ചിന്തിക്കുന്ന ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആവർത്തിച്ച ഒരു ചോദ്യമാണത്. ചോദ്യം എന്നുള്ളതല്ല, ഒരു ആലോചനയാണത്. സ്വാഭാവികമായി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ദുരിതവും ദുഃഖവും പ്രയാസവും ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലാണ് ആളുകൾ അള്ളാഹു ഏതരമായ വിശ്വാസത്തിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ അനർത്ഥത്തിൻ്റെ ഒരു തലത്തെയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, അള്ളാഹു എവിടെയായിരുന്നു? അപ്പോൾ അഹ്ലുസുന്നയുടെ വിശ്വാസപ്രകാരം ആ ചോദ്യം തന്നെ പ്രസക്തമാണോ? കാരണം എന്താ? ഈ ചോദ്യം വരുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് പോലുമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അള്ളാഹു മേപ്പാടിയായിരുന്നു എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. കാരണം എന്താ? അള്ളാഹു ആണ് ആ മല പൊട്ടിച്ചത്. മല പൊട്ടുമ്പോൾ നിരപരാധികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ഒലിച്ചു പോകുമ്പോൾ, വീടുകൾ തകരുമ്പോൾ, സ്ത്രീകൾ നിലവിളിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ആർത്തനാദം പൊഴിക്കുമ്പോൾ, ആണുങ്ങൾ നിസ്സഹരായി കൈ മലർത്തുമ്പോൾ,
അന്തരീക്ഷം ക്ഷോഭിക്കുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു എന്ന ചോദ്യം എത്ര അബദ്ധമാണ്. കാരണം അവിടെ മല പൊട്ടിച്ചത്, സ്ത്രീകളെ കരയിപ്പിച്ചത്, കുഞ്ഞുങ്ങളെ കൊണ്ട് ആർത്തനാദം പൊഴിപ്പിച്ചത്, പുരുഷന്മാരെ കൊണ്ട് കൈ മലർത്തിപ്പിച്ചത്, അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കിയത് ഈ അള്ളാഹു ആണ്. അള്ളാഹു അവിടെ ആ കാര്യം ചെയ്യുകയായിരുന്നല്ലോ. അപ്പോൾ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ അള്ളാഹു എവിടെയാണെന്നുള്ള ചോദ്യം ഇവർ ചോദിക്കുന്നത്? അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ സമൂഹത്തിന് അറിയില്ല. സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അറിയേണ്ട ബാധ്യതയില്ല, സമുദായത്തിനും അറിയില്ല, അള്ളാഹുവിൻ്റെ ആളുകൾക്ക് തന്നെ അറിയില്ല. ഇവിടെ എയ്ത്തിസ്റ്റുകളും സ്വാതന്ത്ര്യ ചിന്തകരും പഠിപ്പിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മായാവിയെ പോലെയാണ് അള്ളാഹു. രാജുവും രാധയും ലുട്ടാപ്പിയുടെയും ഡാഗിനിയുടെയും കുട്ടൂസന്റെയും ഒക്കെ കെണിവലയിൽ പെടുമ്പോൾ ഓം ഹീം കുട്ടിച്ചാത്ത എന്ന് വിളിക്കുമ്പോൾ രാജുവിൻ്റെയും രാധയുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സ്പൈഡർമാനാണ്, സൂപ്പർമാനാണ് അള്ളാഹു. അങ്ങനെ ഒരു ചിത്രീകരണം. നീതി നടപ്പിലാക്കാൻ പ്രത്യക്ഷപ്പെടുന്ന അന്യഗ്രഹത്തിൽ പോയി ശക്തി സംഭരിച്ച എലിയായ ഡിങ്കിനെ പോലെ ഒരു കഥാപാത്രമാണ് അള്ളാഹു എന്ന സങ്കല്പം. ഇസ്ലാമിന്റെ സങ്കല്പം അങ്ങനെയല്ല. നേരത്തെ അതിവിടെ ഫാരിസ് പറയുകയുണ്ടായി, ഭൗതിക ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തിലെ ചെറിയൊരു ചാപം, പൂർണ്ണമായ വൃത്തം, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഭൗതികമായ ജീവിതം. ആ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്തു തരാൻ മനുഷ്യരോട് ഒരു കരാറും അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയാണ് ഈ വിഷയം കിടക്കുന്നത്, സ്നേഹത്തിന്റെ ഭാഷ കിടക്കുന്നത്. നമ്മളെന്താ ഒരു ദിവസം 17 തവണ ഫാത്തിഹയിൽ ഓതാറുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകങ്ങളുടെയും സർവ്വ പ്രപഞ്ചങ്ങളുടെയും റബ്ബാണ് ഈ അള്ളാഹു, മനുഷ്യന്റെ മാത്രം റബ്ബല്ല. നോക്കൂ, ഈ മലയുടെയും റബ്ബ് അള്ളാഹുവാണ്, മലയുടെയും റബ്ബ് അള്ളാഹുവാണ്, ആകാശഭൂമികളുടെ റബ്ബ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വലഹു മൻ ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളിലുള്ള ജീവനുള്ളത് ജീവനില്ലാത്തത് ഒക്കെയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പൗരസമൂഹമാണ് എന്നാണ്. മലയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നാ അർദനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാൽ വഅബൈന യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഅബൈന യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന സലൂമൻ ജഹൂലാ. ആയത്ത് വിശദീകരിക്കുകയല്ല. അമാനത്തിനെ ഇന്ന അർദനൽ അമാനത അല സമാവാത്, ആകാശങ്ങളോട് ചോദിച്ചു, നീ ഔദ്യോഗികമായി ഈമാൻ ഏറ്റെടുക്കുവോ? വൽ അർദ്, ഭൂമിയോട് ചോദിച്ചു. വൽ ജിബാൽ, പർവ്വതങ്ങളോട് ചോദിച്ചു. അപ്പം അവയൊക്കെ പറഞ്ഞു അബൈനായി അഹ്മിൽനഹ വാഷ്ഫഖന മിൻഹ, ഞങ്ങളൊക്കെ അനൗദ്യോഗികമായി ഏറ്റെടുക്കാം, പക്ഷെ ഔദ്യോഗികമായി ഏറ്റെടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞു. വാഷ്ഫഖന മിൻഹ, അത് വലിയൊരു ഉത്തരവാദിത്തമല്ലേ? വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ ചാടി ഏറ്റെടുത്തു. ഇന്നഹു കാന സലൂമൻ ജഹൂല, അവനെന്തിനാണ് മൂലക്കുള്ള കോടാലി പോയി കാലുമലിട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ നോക്കൂ, ഈ ഭൂമിയെ, ഈ ആകാശത്തെ, ഈ ഗ്രഹങ്ങളെയൊക്കെ ഒരു പൗരസമൂഹമായിട്ടാണ് ഖുർആൻ പരിഗണിക്കുന്നത്. അപ്പൊ മേപ്പാടിയിൽ പൊട്ടിയ മലക്ക് ഒരു മതമുണ്ട്, ഇസ്ലാം. ആ മലക്കൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. ആ മലക്ക് തസ്ബീഹുണ്ട്, കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. ആ മല അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ വാസ്തവം, ഇസ്ലാമിന്റെ ഒരു തത്വം അതാണ്. അപ്പൊ സ്വാഭാവികമായി കർക്കിടക മാസത്തിലെ മിഥുന മാസത്തിലെ തോരാ മഴയാണ്. പെയ്ത് മലയുടെ ഗർഭത്തിൽ, വയറ്റിൽ നീരടിഞ്ഞുകൂടി. മനുഷ്യന്റെ വയറ്റിൽ നീരടിഞ്ഞുകൂടിയാൽ എന്ത് അസ്വസ്ഥതയുണ്ടോ? അതിന്റെ വേറൊരു പതിപ്പല്ലേ മലയുടെ വയറ്റിൽ നീരടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, വഹിക്കാൻ കഴിയുന്നില്ല. മലയുടെ ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ. ഇത് അനുമാനമല്ല, സങ്കല്പമല്ല, ഇത് ഖുർആന്റെ നസ്സാണ്. മലയുടെ നാഥനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് അസ്വസ്ഥതയിൽ നിന്നൊരു വിടുതൽ, ഒരു മോചനം നീ നൽകണമേ. കാര്യകാരണങ്ങൾ ഒത്തുകൂടുന്നു, മലയുടെ വയറ് നെടുകെ പിളരുന്നു, നീര് പൊട്ടി ഒലിക്കുന്നു. മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടി വരുന്ന മനുഷ്യർ അള്ളാഹുവെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന അതേ അവസരത്തിൽ മേപ്പാടിയിലെ മല അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ, സമാധാനമായി, എനിക്ക് ശ്വാസം കഴിക്കാൻ പറ്റിയല്ലോ. ഇതാണ് ഇസ്ലാം. മലയുടെയും നാഥൻ, ഇത് ഫാത്തിഹയിൽ നമ്മൾ ഓതുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനുഷ്യന്റെ മാത്രം നാഥനല്ല അള്ളാഹു. ഇനി നോക്കൂ, അവിടെ മനുഷ്യന് പാർപ്പിടം നഷ്ടപ്പെട്ടു. എത്ര ജീവികൾക്ക് ഒരു പക്ഷേ പാർപ്പിടം കിട്ടിയിട്ടുണ്ടാകും? അതും ആലോചിക്കാലോ. ഉരുൾപൊട്ടുന്നതിൻ്റെ തലേന്ന് പ്രസവിക്കാറായ മാസം തികഞ്ഞ ഒരു കിങ്ങിണിപ്പൂച്ച, ഒരു പെൺപൂച്ച പ്രസവിക്കാൻ കയറിയ വീടുകളിൽ നിന്നെല്ലാം തൊഴി, ആട്ട്, കുത്ത്, നല്ല മഴയാണ്. തീക്കള്ളി കണ്ടുപോലും ഏറ് കിട്ടിയ ആ പൂച്ചക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു, മുറ്റത്തിറങ്ങാൻ നിവൃത്തിയില്ല. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു. ആ ഏകാന്തതയിൽ ഈ പൂച്ചയും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടാകും, എനിക്ക് മാനം മര്യാദക്ക് പ്രസവിക്കാൻ ഒരിടം നീ ഒരുക്കി തരണമേ. ഒരു വീട് തകർന്നു, മനുഷ്യന്റെ വീട് തകർന്നു. മനുഷ്യന്റെ തകർന്ന വീടിന്റെ ഉള്ളിൽ പോയി സമാധാനത്തോടെ സ്വസ്ഥമായി ആ പൂച്ച പ്രസവിച്ചു. ആ വീടിന്റെ ഉടമസ്ഥൻ അസ്രായേലിനെ കാണുമ്പോൾ ഈ പൂച്ച ഇവിടെ നിന്ന് പറയുന്നുണ്ടാകും, അൽഹംദുലില്ലാ, എനിക്ക്
എൻ്റെ കുഞ്ഞിന് സമാധാനത്തോടെ ജന്മം നൽകാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചീവീടുകൾക്ക്, എട്ടുകാലികൾക്ക്, പക്ഷികൾക്ക്, ഉറുമ്പിന്, ചിതലിന്, എന്തൊക്കെ സൂക്ഷ്മമായ ജീവികളുണ്ടോ, സസ്യങ്ങൾക്ക്, ചെറിയ തൂമ്പടി മുതൽ വൻ മരങ്ങൾ വരെയുള്ള എല്ലാ സസ്യങ്ങൾക്കും മരങ്ങൾക്കും എന്തിനൊക്കെ ഏതിനൊക്കെ അസ്തിത്വമുണ്ടോ അതിൻ്റെയൊക്കെയും റബ്ബാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു എവിടെയായിരുന്നു? അള്ളാഹു ഉറുമ്പിനെ രക്ഷിക്കുകയായിരുന്നു. മേപ്പാടിയിൽ ഉരുൾ പൊട്ടുമ്പോൾ അള്ളാഹു എവിടെയായിരുന്നു? പൂച്ചയ്ക്ക് പ്രസവിക്കാൻ വീട് കൊടുക്കുകയായിരുന്നു. അള്ളാഹു എവിടെയായിരുന്നു? ചീവീടുകൾക്കും മണ്ണട്ടകൾക്കും മണ്ണ് കൊണ്ടുള്ള കൊട്ടാരം കെട്ടിക്കൊടുക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു മറുതലം എന്താണെന്നറിയോ? മനുഷ്യൻ്റെ പത്രത്തിൽ വന്നിട്ടുണ്ടാകും മേപ്പാടിയിൽ ദുരിതമഴ. ഒരുപക്ഷെ പൂച്ചയുടെയും ഉറുമ്പിൻ്റെയും നാട്ടിലെ പത്രത്തിൽ വന്നിട്ടുണ്ടാകും ഇവിടെ അനുഗ്രഹ പെയ്ത്ത്. ഇത് രണ്ടും അള്ളാഹു മുകളിൽ നിന്ന് കാണുന്നുണ്ടാകും. ആ രണ്ടും കാണുന്നവൻ്റെ പേരാണ് റബ്ബ്. അൽഹംദുലില്ലാ. എല്ലാവരെയും പരിപാലിക്കുന്നു. നമ്മൾ വാസ്തവത്തിൽ ആരാ ഏറ്റവും ചെറുതായി ഈ പ്രപഞ്ചത്തെ കാണുന്നതാരാ? നിരീശ്വരവാദികളോ മതവിശ്വാസികളോ? നമ്മളെ വിശ്വാസപ്രകാരം മനുഷ്യർക്ക് പ്രത്യേകിച്ചിട്ട് ഒരു സ്പെഷ്യാലിറ്റി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവായി പ്രപഞ്ചത്തിൻ്റെത് നമ്മൾ അമാനത്ത് ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുന്ന വിശ്വാസത്തിൻ്റെ അകത്തുള്ള പ്രത്യേകതയല്ലാതെ ഭൗതികമായി മനുഷ്യനൊരു പ്രത്യേകതയുമില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സങ്കല്പമല്ലാതെ മനുഷ്യനെന്താ പ്രത്യേകതയുള്ളത്? ഭൗതികവാദികൾ എങ്ങനെയാണ് മേപ്പാടിയിൽ പെയ്തത് ദുരിതമഴ എന്ന് പറയുക? അപകടമാണ്. പ്രകൃതി ദുരന്തം എന്ന വേർഡ്, പ്രകൃതി ദുരന്തം എന്ന പദം എങ്ങനെയാണ് നിരീശ്വരവാദികൾ ഉപയോഗിക്കുക? നിങ്ങളൊന്ന് ഗൗരവത്തിൽ ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ നമ്മുടെ പ്രത്യേകതയായി പറയുന്നത് നമ്മൾ അല്ലാഹുവിൻ്റെ പ്രതിനിധിയാണ്. എന്തുകൊണ്ട്? അല്ലമ ആദമൽ അസ്മാ കുല്ലഹ. സിദ്ധാന്തങ്ങൾ പഠിക്കാനും തത്വം സമയിക്കാനും ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആശയം രൂപപ്പെടുത്തുവാനും അള്ളാഹു മനുഷ്യനെ കഴിവ് നൽകിയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു. ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നാഗരികത കെട്ടിപ്പൊക്കാനുള്ള സിദ്ധിയും മനുഷ്യനേ ഉള്ളൂ എന്ന് ഖുർആൻ പറയുന്നു. വേറെ എന്താ മനുഷ്യന്റെ പ്രത്യേകത? ഭാഷ ഉപയോഗിക്കാം, വിശേഷ ബുദ്ധിയുണ്ട്. ഈ രണ്ട് കീൻ സ്പെഷ്യാലിറ്റി മനുഷ്യനുള്ളത് കൊണ്ട് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രമായി, മനുഷ്യനിലുള്ള ഒരാൾ ഈ പ്രപഞ്ചത്തിന്റെ നേതാവുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് അടിസ്ഥാനപരമായ തത്വങ്ങളെ നിരാകരിക്കുന്ന ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്താ പ്രത്യേകതയുള്ളത്? ചീറ്റപ്പൊലിയെ പോലെ ഓടാൻ പറ്റുമോ? വേണ്ട. ഉറുമ്പിന്റെ ഘ്രാണശക്തിയുണ്ടോ? കാക്കയുടെ കാകദൃഷ്ടിയുണ്ടോ? കാഴ്ചശക്തിയുണ്ടോ? ഇരുട്ടിൽ കാണാനുള്ള ജീവികളുടെ ശക്തി മനുഷ്യനുണ്ടോ? ഓടാനില്ല, ചാടാനില്ല, മണക്കാനില്ല, പിടിക്കാനില്ല, തിന്നാനില്ല. ഈ ശക്തിയൊന്നും മനുഷ്യനില്ല. മനുഷ്യനുള്ള അവൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ബേസിക് ക്വാളിറ്റി ലോകത്ത് ഇസ്ലാം അല്ലാത്ത ഒരു തത്വശാസ്ത്രവും മുന്നോട്ട് വെച്ചിട്ടില്ല. അത് അവന് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാം. അത് അവന് തത്വങ്ങൾ ഉണ്ടാക്കാനുള്ള ഭൗതികമായ സിദ്ധിയുണ്ട്. ഈ രണ്ട് കാര്യം അംഗീകരിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് ഈ പ്രപഞ്ചത്തെ വായിക്കാൻ പോലും കഴിയില്ല. പ്രകൃതി ദുരന്തം എന്ന പദം ഉപയോഗിക്കാൻ പോലും പറ്റില്ല. കാരണം പ്രകൃതിയുടെ അധീശാധികാരത്തിൽ ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നു. അള്ളാഹു ഇല്ല, പ്രകൃതിയാണ് തീരുമാനിക്കുന്നതെന്നാണ് നിരീശ്വരവാദി പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രകൃതി ദുരന്തമാകുന്നത്? ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ ലളിതമായ കാര്യമാണ് പറയുന്നത്. അള്ളാഹു ഇല്ല, സൃഷ്ടാവില്ല, ദൈവമില്ല. മറിച്ച് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ പ്രകൃതിയാണ്, നാച്ചറാണ്. സൃഷ്ടിയില്ല, സൃഷ്ടിപ്പില്ല എന്നല്ലേ RC ഒക്കെ പറയുന്നത്. മറിച്ച് എന്താണ്? നാച്ചുറൽ സെലക്ഷൻ. ഈ പ്രകൃതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് വിടുവായത്തം പറയുന്ന, വലിയ വായയിൽ സംസാരിക്കുന്ന അതേ ആളുകളാണ് മഴ കൂടുതൽ പെയ്യുമ്പോൾ ഏത് പദം ഉപയോഗിക്കുന്നത്? പ്രകൃതി ദുരന്തം. അത് പറയാൻ ധാർമ്മികമായ എന്ത് അവകാശമാണുള്ളത്? യുക്തിപരമായ എന്ത് ന്യായമാണുള്ളത്? കാരണം പ്രകൃതി എന്താണോ തീരുമാനിക്കുന്നത് അതാണ് ഇവിടെയുള്ള സത്യം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ താത്വികമായ കാര്യം പറഞ്ഞ് നേരം കളഞ്ഞതല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന റബ്ബുൽ ആലമീനിൽ എല്ലാം പെട്ടു. അപ്പോൾ നമുക്കൊരു അസംതൃപ്തി എന്നാലും ബാക്കിയാണ്. എന്നാലും നമ്മുടെ 500 ആളെ അള്ളാഹു കൊന്നില്ലേ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ബാക്കിയും അതേ ഖുർആനേ പറയുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയും അതേ ഖുർആനേ പറയുന്നുള്ളൂ. ഭൂകമ്പം വന്നാലും ഭൂകമ്പം വന്നില്ലെങ്കിലും, വെള്ളപ്പൊക്കം വന്നാലും വെള്ളപ്പൊക്കം വന്നില്ലെങ്കിലും, കടലിൽ മുങ്ങിയാലും മുങ്ങിയില്ലെങ്കിലും, മിസൈൽ വീണാലും വീണില്ലെങ്കിലും, ഓട്ടോറിക്ഷ തട്ടിയാലും തീവണ്ടി തട്ടിയാലും തട്ടിയില്ലെങ്കിലും മനുഷ്യനൊക്കെ മരിക്കും. എങ്ങനെ മരിക്കുകയാണെങ്കിലും മരണത്തിന് ആത്യന്തികമായി ഒരു കാരണമേ ഉണ്ടാകൂ. ശ്വാസം കിട്ടാതെയാണ് മരിക്കുന്നത്. ബാക്കിയൊക്കെ പത്രഭാഷയാണ്. മരണത്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരു കാരണമേ ഉള്ളൂ, ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളാണ്, അതിൻ്റെ വഴികളാണ്, കാരണത്തിൻ്റെ പശ്ചാത്തലങ്ങളാണ് ബാക്കിയൊക്കെ. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ശ്വാസം കിട്ടിയില്ല? വിഷവാതകം ശ്വസിച്ചു. എന്തുകൊണ്ട് ശ്വാസം കിട്ടിയില്ല? ഹാർട്ട് തകർന്നു പോയി, ട്രെയിൻ തട്ടിയപ്പോൾ. അതൊക്കെ അതിൻ്റെ തൃതീയമായ കാരണങ്ങളാണ്. എങ്ങനെയായാലും മരിക്കുന്ന മനുഷ്യനെ അള്ളാഹു ഇങ്ങനെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ആ മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യന് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടോ? നമ്മൾ വിചാരിക്കുകയാണ് അവരാണ് ദുരിതത്തിൽപ്പെട്ടത്. അവരെ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടാകും. ഈ പാവങ്ങൾ
നമ്മൾ രക്ഷപ്പെട്ടു. അവർ നമ്മളെക്കുറിച്ച് പത്രത്തിൽ എഴുതുന്നു, ദുരന്തത്തിൽപ്പെട്ടവർ നമ്മളാണ്, ഇനിയും പല ദുരന്തങ്ങളും കാണാനുള്ളവർ. കാരണം അവർ മരണപ്പെട്ടു പോകുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഒരു ഷഹീദ് പോവുക. ഇപ്പൊ പോത്തുങ്കല്ലിൽ നിന്ന് മയ്യത്ത് കിട്ടിയ, മേപ്പാടി ദുരന്തത്തിൽ പോത്തുങ്കല്ലിൽ നിന്ന്, അല്ലെ പോത്തുകല്ലോ നിലമ്പൂരിൽ നിന്ന് മയ്യത്ത് കിട്ടിയ സഹോദര സഹോദരിമാർ, മേപ്പാടിയിൽ നിന്ന് മയ്യത്ത് കിട്ടിയ സഹോദര സഹോദരിമാർ, മയ്യത്തിനെയും കിട്ടാതെ അന്ത്യശ്വാസം വലിച്ചു പോയ സഹോദര സഹോദരിമാർ, അവർ യുദ്ധഭൂമിയിൽ പോകാതെ അള്ളാഹുവിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ആനുകൂല്യവും പ്രതിഫലവും പറ്റിയ ആളുകളാണ്. അവർ മരണപ്പെട്ടു പോകുമ്പോൾ ഈ ഭൂമിയെ നോക്കി പറഞ്ഞിട്ടുണ്ടാകും, ഹബീബുൻ നജ്ജാർ പറഞ്ഞതുപോലെ. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന അന്താക്കിയയിലേക്ക് നിയുക്തനായ മസീഹുല്ലാഹി ഈസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ പ്രബോധകനായ സൂഫിയായ ഹബീബുൻ നജ്ജാർ, അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് നാട്ടുകാർ. ഇന്നത്തെ ജോർദാനാണ് അന്നത്തെ അന്താക്കിയ. കൊല്ലുമ്പോൾ കല്ലെറിഞ്ഞ് ഷഹാദത്ത് വരിക്കവേ, ചോര പൊടിയവേ, ശ്വാസം നിലക്കവേ ബർസഖിൽ വെച്ച് ദുനിയാവിനോട് പ്രസംഗിച്ച പ്രഭാഷകനാണ് ഹബീബുൻ നജ്ജാർ റഹിമഹുല്ല. അദ്ദേഹം സൂറ യാസീൻ വമാ അൻസൽനാ ജുസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആയത്ത്, ഈ മരണം വരിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബുൻ നജ്ജാറിനോട് മലക്കുകൾ പറഞ്ഞു, ഖീല പറയപ്പെട്ടു, ഇദ്ഖുലുൽ ജന്ന, ഹബീബുൻ നജ്ജാറെ സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെച്ചാലും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഖീല ഇദ്ഖുലുൽ ജന്ന, ഖാൽ ഹബീബുൻ നജ്ജാർ പറഞ്ഞു, ഖാല യാ ലൈത ഖൗമി യഅലമൂന, എന്നെ കല്ലെറിയുന്ന ഈ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് പരലോകത്ത് വലിയ പറുദീസയിലെ മട്ടുപ്പാവ് നൽകി അള്ളാഹു ആദരിച്ചതും എനിക്ക് മെറിറ്റടിസ്ഥാനത്തിൽ അള്ളാഹു സ്വർഗം തന്നതും എന്നെ കല്ലെറിയുന്നവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇപ്പൊ നമ്മുടെ കണ്ണിൽ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് നമ്മുടെ പത്രത്തിൽ എന്താ എഴുതുക? നമ്മുടെ അഖീദ വാസ്തവത്തിൽ എവിടെയാണുള്ളത്? നമ്മുടെ വ്യവഹാര ഭാഷ എവിടെയാണുള്ളത്? നമ്മൾ ഹബീബുൻ നജ്ജാറിനെ കുറിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതും, വാട്സാപ്പിൽ പോസ്റ്റർ ഉണ്ടാക്കും, ദാരുണവധം, ഹബീബുൻ നജ്ജാർ കൊല്ലപ്പെട്ടു. പക്ഷേ വാസ്തവത്തിൽ ഹബീബുൻ നജ്ജാർ അനുഗ്രഹീതനാണ്, ഹബീബുൻ നജ്ജാർ സൗഭാഗ്യവാനാണ്. ഹബീബുൻ നജ്ജാർ മരണം കാണുമ്പോൾ പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. എന്തായാലും ഞാൻ മരിക്കുമായിരുന്നു. ഈ മരണം പട്ടിണി കിടന്നുള്ള മരണമായില്ല, വിഷന്ന മരണമായില്ല, ദുരിതമായില്ല, ദുരന്തമായില്ല, സ്വാഭാവിക മരണം എന്ന് നമ്മൾ പറയുന്ന എന്തൊക്കെ ഇല്ലായ്മകൾ അനുഭവിച്ചിട്ടുള്ള മരണങ്ങൾ, ആ മരണങ്ങളൊന്നും ആവാതെ എൻ്റെ മരണം ശത്രുവിൻ്റെ ഏറുകൊണ്ടായല്ലോ, എൻ്റെ മരണം ശത്രുവിൻ്റെ വാളുകൊണ്ടായല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ദുരന്തബാധിതരും പറയുക. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയല്ലോ. 2018 എൻ്റെ ഓർമ്മ. അതായത് ഇസ്ലാമിൻ്റെ ഒരു കടപ്പ് മനസ്സിലായാൽ, ഞാൻ അവസാനിപ്പിക്കുന്നു, ഇസ്ലാമിൻ്റെ കടപ്പ് മനസ്സിലായാൽ വാസ്തവത്തിൽ ചോദ്യങ്ങൾ എന്ന് പറയുന്നൊരു ലോകം തന്നെ ഇല്ല. അവരത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഉദാഹരണം ഓർത്തത് ഈ 2018 തോന്നുന്നു. പാലക്കാട് ജില്ലയിലെ മുഅ്മിന എന്ന് പറയുന്നൊരു സഹോദരി ഹജ്ജിന് പോയി. അന്ന് ക്രെയിൻ തകർന്നിട്ട് അവരെ തലയിൽ എന്തോ വീണു, അവർ ഷഹീദായി മരണപ്പെട്ടു. അന്ന് ഈ മേപ്പാടിയിലെ സംഭവത്തിൻ്റെ അതേ ചോദ്യം അന്നും ഉണ്ടായിട്ടുണ്ട്. സ്വന്തം അതിഥിയെ അള്ളാഹുവിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. വാസ്തവത്തിൽ ആ സഹോദരിയുടെ തലയിൽ ക്രെയിനോ അല്ലെങ്കിൽ അതിൻ്റെ പില്ലറോ എന്താണോ വീണത് അത് വീണിട്ടില്ലെങ്കിലും അവരെന്നോ ആയാൽ മരിക്കും, നമ്മളും മരിക്കും, എന്നോ ആയാൽ നമ്മൾ മരിക്കും. അതേസമയം ഈ സഹോദരിയെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കരുതി. ജീവനോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു വ്യവസ്ഥ അള്ളാഹു തിട്ടപ്പെടുത്തിയിട്ടില്ല. ചിലരെ അള്ളാഹു അങ്ങനെ തിരഞ്ഞെടുത്തു. പൊതുവെ അങ്ങനെയല്ല ഇവിടെയുള്ളൊരു വ്യവസ്ഥ. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മരിച്ചേ പറ്റൂ, മരിക്കണമെങ്കിൽ ശ്വാസം നിന്നേ പറ്റൂ, ശ്വാസം നിൽക്കണമെങ്കിൽ ഹൃദയം തകർന്നേ പറ്റൂ, ഹൃദയം തകരണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ. ഒരു കാരണം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണം. ഇതാണ് അതിൻ്റെ ഇസ്ലാമികമായ റീഡിങ്. അള്ളാഹുവിനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അപകടത്തിൽപ്പെടുത്തിയത് എന്ന്. കാരണം അള്ളാഹു ഡിങ്കനല്ല, അള്ളാഹു മായാവിയല്ല. ഇദാ അഹബ്ബ അബ്ദൻ, അള്ളാഹുവിനെ ആരോടെങ്കിലും ഇഷ്ടമാണെങ്കിൽ, പ്രവാചകന്റെ എത്ര പ്രഖ്യാപിതമായ ഹദീസാണ്, ആരോടെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാഹു ബിമറദിൻ, അവൻ അള്ളാഹു ഒരുപക്ഷെ ക്യാൻസർ നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഡയാലിസിസിന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ വാസ്തവത്തിൽ ഇസ്ലാം? എന്തുകൊണ്ടാ മരണാനന്തരം നരകത്തിലെ വിശപ്പ് ഇവനെ അനുഭവിക്കേണ്ടി വരരുത്, ദാഹം അനുഭവിക്കേണ്ടി വരരുത്. ഡയാലിസിസ് രോഗിയുടെ അവസ്ഥ എന്താ? 5 ഗ്ലാസ് വെള്ളമാണ് ഒരു ദിവസം ആകെ കുടിക്കാൻ പറ്റുക. ദാഹമായിരിക്കും. കുംഭമാസമായാലും മീനം മാസമായാലും ഈ 5 ഗ്ലാസ് വെള്ളത്തിൽ കറി പെടും, ഗുളികാൻ്റെ വെള്ളം പെടും, ചായ പെടും, ചോറിലെ നീര് പെടും, കഞ്ഞീൻ്റെ വെള്ളം പെടും. ദ്രാവകമായി 5 ഗ്ലാസ്സേ പറ്റൂ, 1 ലിറ്ററേ പറ്റൂ. നല്ല ചൂടാണെങ്കിൽ ബക്കറ്റിൽ തുണി മുക്കിയിട്ട് നനുത്ത തുണി നെഞ്ചത്തിടും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ദാഹം സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. പക്ഷേ മോളെ ഒരു 10-20 കൊല്ലം നീ ദാഹം സഹിച്ചാൽ എനിക്ക് കാലാകാലം പിന്നെ ദാഹിക്കേണ്ടി വരരുത് എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അങ്ങനെയൊക്കെ നടക്കുമെന്ന് വെച്ചാൽ അതാണ് ഇസ്ലാം, അതാണ് കാര്യം. നരകത്തിൽ കരിയേണ്ടി വരരുത് നിനക്ക്. അപ്പം നിനക്ക് അവിടെ മുഴ, ഇവിടെ മുഴ, അമിതമായ ഹോർമോൺ വളർച്ച, ക്യാൻസർ എന്ന പേര്, 10 വട്ടമല്ല 8 തവണ റേഡിയേഷൻ അല്ലെ കീമോതെറാപ്പി, ഒന്ന് കരിക്കണം, ഒന്ന് ചൂടാക്കണം.
ഒരു പക്ഷേ റീകവർ ചെയ്യണം, അല്ലേ മരണപ്പെടണം. നീ നാളെ നരകത്തിലെത്തി കൊണ്ട് കരിയാൻ പാടില്ല. അവിടെ റേഡിയേഷൻ വരരുത്, അവിടെ കീമോതെറാപ്പി വരരുത്. ഇതാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരാളോട് അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടം തോന്നിയാൽ എല്ലാവരോടും ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളുണ്ടല്ലോ, 100 ആളെ കണ്ടാൽ ഒരാളോടൊരു കാന്തിക ഇഷ്ടം, അയാളെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, അയാളെ കൂടെ ഒരു പക്ഷേ യാത്ര പോകുമ്പോൾ, അത് മാനുഷികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്, നാച്ചുറൽ ട്രൂത്താണ് എന്ന് പറഞ്ഞ പോലെ അള്ളാഹു ഏതെങ്കിലും ഒരാളെ സ്പെഷ്യലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ആരോഗ്യം നൽകി പരീക്ഷിക്കും, അല്ലെങ്കിൽ പൈസ കൂടുതൽ സമ്പത്ത് നൽകി പരീക്ഷിക്കും. മറ്റൊന്ന്, അള്ളാഹു അവനെ രോഗിയാക്കിയും അള്ളാഹിൻ്റെ ആളാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിർത്തുന്നു. ദീൻ, ഇസ്ലാം, വിശ്വാസം എന്ന് പറയുന്നതിനെ നിർവചിച്ച് തരേണ്ടത് ഈ ദീനും ഈ ഇസ്ലാമും ഈ വിശ്വാസവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ പ്രവാചക തിരുമേനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖുർആനാണ്, അഖീദയുടെ കിതാബുകളാണ്, അതിൻ്റെ ഉസൂലുകളാണ്. പൊതുബോധം അനുസരിച്ചുകൊണ്ട് അതിനെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ നമ്മളായിട്ട് ദീനിനെ കൊണ്ടുപോയിട്ട് ദുർവ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യമില്ല. പൊതുസമൂഹത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യവുമില്ല. അതും വലിയൊരു വിഷയം തന്നെയാണ്. നമ്മളിങ്ങനെ ഉള്ളതുപോലെ പറഞ്ഞാൽ അത് പൊതുസമൂഹം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ഉള്ളത് പിന്നെ ഇല്ലാത്തതുപോലെ പറഞ്ഞിട്ട് നമ്മളെന്തിനാണ് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? ഇതൊരു കാവടിയല്ലേ? ഈ ഉള്ളതുപോലെ പറഞ്ഞാലെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് ഒന്നാം ഘട്ടത്തിലേ കേൾക്കാൻ ഇഷ്ടമില്ലാത്തുണ്ടാവുള്ളൂ. പോളിയോ തുള്ളി മരുന്ന് കൊണ്ടുപോകാൻ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കുട്ടി കരയും. കാരണം ഇതിൻ്റെ പരിണതി കുട്ടിക്ക് അറിയില്ല എന്ന് വിചാരിച്ച് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്ന് ലളിതമായി നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പോലെ നമ്മൾ ഭാവി കാണുന്നില്ല. അപ്പോൾ നാളെ വരാൻ പോകുന്ന സംഗതികൾ കൂടി ഓൾറെഡി പ്രോഗ്രാം ചെയ്ത സംവിധാനിച്ച അള്ളാഹു നാളെ നമുക്ക് അപകടം വരാതിരിക്കാൻ നേരത്തെ കാലത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇങ്ങനെ ചെയ്യണം. സ്നേഹഭാഷയാണത്. ആ യാഥാർത്ഥ്യത്തെ ഞാൻ ഇസ്ലാമും ആന്ത്രോപോളജിയും നമ്മുടെ ആ ഒരു വിഷയമൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ തുറന്നു വെച്ചത്. എൻ്റെ ഒരു ഗുണവും എൻ്റെ ഒരു ദോഷവും കരുതിയത് പറയുന്നത് പലപ്പോഴും കരുതൂല എന്നുള്ളതാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആമുഖത്തിൽ ആ കാര്യം പറഞ്ഞ് പിന്നെ ഇതിലേക്ക് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് പിന്നെ താഴോട്ട് നോക്കി ഇവിടെ ഇത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലും എന്നോട് വിട്ടുപോയതാണ്. ഒരു ചോദ്യം ഈ കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, അതിവിടെ ഇതൊക്കെ കണ്ട് ലൈവൊക്കെ കണ്ട് പറയാമെന്ന് വിചാരിച്ചതാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് മറ്റൊരവസരത്തിലാക്കാം. ഇവിടെ ഇൻട്രാക്ഷൻ ഉണ്ടാവും, അതിൻ്റെ അവസരം അങ്ങനെ കരുതിയിട്ടുണ്ടോ? ഈ ഇങ്ങനെ ചോദിക്കുന്ന പോലത്തെ ഒരു അത്രയേ ഉള്ളൂ. ഞാനായിട്ടൊരു പുതിയ വിഷയം ഓൺ ചെയ്യുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പറയാം. ഒപ്പം നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും ഭാഗം കൊണ്ട് പറയാം. പാരിസ് ഇവിടെ ഉണ്ട്, ഉസ്താദന്മാർ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ഹലോ, ഇനി ആർക്കെങ്കിലും വല്ല സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയുകയും ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? ബർക്കത്തിന് ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു തുടർച്ച മറ്റു രൂപങ്ങളിലായാലും അല്ല ഇതേ രൂപത്തിലായാലും ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് തുടർന്നും നമ്മൾ പറയുക, നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല, പരസ്പരം ഈ വിഷയം നമുക്കതിലൂടെ മുന്നോട്ട് അസ്സലാമു അലൈക്കും. നേരത്തെ രാവിലെ സെഷനും കൂടി കേട്ടോ, അതിലും കൂടി ചോദിക്കണം. രാവിലത്തെ സെഷനും കൂടി കേട്ടപ്പോൾ അതിലും കൂടി പിന്നെ ചോദിക്കണമെന്ന് കരുതിയതാണ്. സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ഉസ്താദന്മാരും കൂടി ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. സാധാരണ നമ്മൾ ഈ പ്രഭാഷണങ്ങളെക്കാളും വളരെ പവർഫുള്ളായിട്ട് ഒരു സാധനമാണ് ട്രോളുകൾ എന്നുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും ഇസ്ലാമിലുള്ള ട്രോളുകൾ കാണുമ്പോൾ നമ്മൾ വളരെ പ്രൊവോക്കഡ് ആവും. ഇപ്പോൾ സാധാരണക്കാർ പലരും ആണെങ്കിൽ അതിനൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നേരെ വാട്സാപ്പിൽ നമ്മുടെ അടുത്തേക്ക് വരും. ചിലപ്പോൾ വലിയ ഗഹനമായ വിഷയങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും മറുപടി കൊടുക്കാൻ ചിലപ്പോൾ പ്രയാസപ്പെടും. അപ്പോൾ ഈ ട്രോളുകൾ ഒരാൾ എങ്ങനെയാണ് അതിനെ ഏത് രൂപത്തിലാണ് നേരിടേണ്ടത്, അതുപോലെ ഒരു ട്രോൾ എങ്ങനെ നേരിടണമെന്നാണ് നമ്മുടെ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഞാൻ ആകെ പറഞ്ഞത് അങ്ങനെ ട്രോളുകൾ വന്ന ആ പേജ് അൺഫോളോ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ട്രോളാകട്ടെ, പറച്ചിലാകട്ടെ, എഴുത്താകട്ടെ, അതിൽ പരിഹാസവും വിമർശനവുമാണ് ഉണ്ടാവുക. അത് കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നോക്കിയിട്ട് ഇതെനിക്ക് വായിച്ച് ഇതിലുള്ള വിമർശനം എന്താണെന്ന് ചിന്തിക്കാനൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം
നമുക്കിപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളൊരു ആരോപണം പരിഹാസ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കത് വായിച്ച് പൂർത്തിയാക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കുറച്ച് കുറഞ്ഞു എന്നുള്ളൊരു അടയാളമാണ്. അല്ലെങ്കിൽ നമുക്ക് വായിച്ച് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. ഇനി സംശയം ഉണ്ടായാൽ ഏത് കാര്യത്തിലുള്ള സംശയമാണെങ്കിലും അതിൻ്റെ ആളുകളുടെ അടുത്ത് പോയി പരിഹാരം കണ്ടെത്തണം. ആൾക്കാരിപ്പോൾ ചെയ്യുക, പരിചയത്തിലുള്ള ഉസ്താദ്മാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും, പിന്നെ ഉസ്താദ്മാരുടെ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ മറുപടി കണ്ടെത്താൻ എന്നുള്ളത്. അല്ല, ഇവൻ്റെ ഉത്തരവാദിത്തമാണ് അവന് മറുപടി കിട്ടുന്ന വേണം വരെ അവൻ പോകണം. ചിലപ്പോൾ മറുപടി അമേരിക്കയിലായിരിക്കും ഉണ്ടാവും, അവൻ ടിക്കറ്റ് എടുത്ത് പോകണം. അതല്ലാതെ പരിചയത്തിലുള്ള ഉസ്താദിൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഈമാൻ സംരക്ഷിക്കുക. അങ്ങനെയല്ല, എൻ്റെ ഈമാൻ സംരക്ഷിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഉസ്താദ്മാർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ആളുകളുടെ പൊതുവെയുള്ള രീതി ഇത് കുറച്ച് ആളുകൾക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾ മറുപടി കണ്ടെത്തിക്കോ എന്നുള്ളതാണ്. അങ്ങനെ ഇടാം. ഉസ്താദ്മാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് അവൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്നതാണെങ്കിൽ അവനൊരു ഉസ്താദിനെ അയച്ചു കൊടുത്തു, ഉസ്താദ് മറുപടി തന്നില്ലെങ്കിലും അവനവിടെ ഉപേക്ഷിക്കരുത്, അവൻ മറുപടി കിട്ടുന്നത് വരെ പോകണം. അത് വിശ്വാസം സംരക്ഷിക്കാൻ ഒരു വ്യക്തിക്കുമുള്ള ബാധ്യതയാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഉസ്താദ്മാരെന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾ മറ്റൊക്കെ നമ്മളോട് ഒരു സംശയം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവണം. ഉദാഹരണത്തിന് നമുക്ക് കൂട്ടമായിട്ട് ചെയ്യാവുന്നതാണ്. പ്രധാന വിമർശനങ്ങളൊക്കെ പറയപ്പെട്ടതും മറുപടികളൊക്കെ എഴുതപ്പെട്ടതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റാ ബാങ്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയാൽ മതി. അതവർ കേൾക്കട്ടെ. അങ്ങനെ കൊടുക്കാനുള്ളൊരു ഡാറ്റാ ബാങ്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടൊക്കെ സംഘടിപ്പിച്ച് ഖത്തീബുമാർക്ക് അവൈലബിൾ ആക്കാൻ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇവിടുന്ന് ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കാം. അപ്പോൾ വരുന്ന വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു സാധനം, ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എഴുത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കാമല്ലോ. പിന്നെ അതുമായി ബന്ധപ്പെട്ട പുസ്തകം അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം. അവരത് വായിക്കട്ടെ. വായിക്കാനൊന്നും റെഡിയല്ല, നമ്മൾ വായിച്ച് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിൽക്കണ്ട. അപ്പോൾ അവർക്ക് ദിശ നിർണ്ണയിച്ച് കൊടുക്കുക. നീ ഇവിടെ പോയി ഈ വീഡിയോ കണ്ടാൽ നിൽക്കുന്നതിൻ്റെ മറുപടി കിട്ടും, ഇത്ര പറഞ്ഞു കൊടുത്താൽ മതി. അല്ല നമ്മൾ അവന് വേണ്ടി പഠിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് കരുതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ കരുതുക ഇതൊക്കെ വേറൊരു വിഭാഗത്തിൻ്റെ ജോലിയാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു മറുപടി തൊഴിലാളികൾ ഇവിടെ ആരുമില്ല, ഓരോരുത്തരുടെ ആവശ്യമാണത്. പക്ഷേ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. റിസർച്ചിൽ വരെ ഗൈഡ്ഷിപ്പാണുള്ളത്. ആൾ സ്വന്തം പണിയെടുക്കണം, എന്നിട്ട് ഗൈഡൊന്ന് സൈൻ ചെയ്ത് കൊടുക്കുക അവസാനം. അത്രേ റിസർച്ചിൽ വരെ ഉള്ളൂ. അപ്പോൾ ആളുകൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമുക്കറിയുന്നത് പറഞ്ഞു കൊടുക്കാം, അറിയാത്തതിലേക്ക് സൂചനകൾ കൊടുക്കാം, അന്വേഷിക്കാനുള്ള സൂചനകൾ അത്രേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ അവർക്ക് വേണ്ടി കുറേ വായിച്ച് പഠിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നടക്കില്ല. നമുക്ക് ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഡാറ്റാ ബാങ്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അതൊരു പരിഹാരമെന്ന് തോന്നുന്നു. പിന്നെ ആളുകളോട് പറയേണ്ടത് ഇത്തരം ട്രോളുകൾ നിങ്ങൾ കാണരുത് തന്നെയാണ്. അതൊരു മോശമല്ല. വിശ്വാസം പ്രധാനമാണ് എന്ന് വന്നാൽ അത് സംരക്ഷിക്കൽ പ്രധാനമാകുമല്ലോ. ആ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാൻ ആഹ്ലാദാവാനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ തൊട്ട് മുമ്പ് പ്രിയപ്പെട്ട നമ്മുടെ ആത്മസുഹൃത്ത് ഭാര്യ പറഞ്ഞതിൻ്റെ കൂടെ ഒറ്റൊരു സെൻറ്റൻസ് കൂടി. പൊതുവെ ഇങ്ങനെ പറയലുണ്ട്, ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന വരികളല്ല യഥാർത്ഥ സന്ദേശം, കൈമാറാൻ ഉപയോഗിച്ച മീഡിയയാണ്. അത് ഈ മീഡിയയുടെ ഒരു ശാസ്ത്രമാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ ഏത് വാക്കാണ് പറഞ്ഞത്, എന്താണ് അതിൽ എഴുതിയത് എന്നുള്ളതിനേക്കാളും വലിയ സന്ദേശം അത് എഴുതാനും പറയാനും ഉപയോഗിച്ച മീഡിയ ഏതാണെന്നുള്ളതാണ്. ഒന്നുകൂടി മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ പ്രധാനമന്ത്രിയും ലോക നേതാക്കളും വാട്സാപ്പിലൂടെ സന്ദേശം കൈമാറാറില്ല. ഒരു പരിധിയോളം ഇൻസ്റ്റഗ്രാമിൽ കൈമാറാറില്ല, ഫേസ്ബുക്കിൽ പോലും കൈമാറാറില്ല. വലിയ വലിയ ആൾക്കാരൊക്കെ സന്ദേശം കൈമാറാറുള്ളത് പണ്ട് ട്വിറ്ററിൽ, ഇപ്പോൾ എക്സിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ UN സ്റ്റേറ്റ് സെക്രട്ടറി, UN സെക്രട്ടറിൻ്റെ പേര് ഗുണ്ടറസ്. എന്ത് ഗുണ്ടറസാണ്? UN സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞല്ലോ, ഗുണ്ടറസ്, അന്റാണിയ ഗുണ്ടറസ് കിട്ടിയിട്ടില്ല, മോശമാണ്. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ എന്ന് പറഞ്ഞത് ഭയങ്കര ബോറാണത്. കാരണം ഒരിക്കലും UN സെക്രട്ടറി ഒന്നും ഫേസ്ബുക്കിൽ ആ വിഷയം പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഏറ്റവും എലൈറ്റായ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. നിലവിൽ ലഭ്യമായത് X ആണ്. എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സന്ദേശങ്ങളും ഏറ്റവും മൂല്യമുള്ള സന്ദേശങ്ങളും ഏറ്റവും നല്ല മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് കൈമാറ്റം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിന് നമ്മളോട് പറയാനുള്ളത് മലക്കിനെ വിട്ടുകൊണ്ട് പറഞ്ഞത്. ഏറ്റവും വലിയ ഒരു സന്ദേശമാണത്. അതിനെ അള്ളാഹുവിൻ്റെ അരികെ ഏറ്റവും അടുപ്പമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും വിശുദ്ധനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തു. അള്ളാഹുവിൻ്റെ ലോകത്തുള്ള നമുക്ക് മനസ്സിലാവുന്ന ഒരു സംവിധാനമായിരുന്നു വഹി. മീൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്ന വാക്കുകളേക്കാൾ വലിയ സന്ദേശം കൈമാറാൻ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ. ഇവിടെ ഈ ട്രോളിൻ്റെ വിഷയത്തിൽ ഞാനിത് പറഞ്ഞത്, നമ്മൾ ദീനുൽ ഇസ്ലാം ആണല്ലോ പറയുന്നത്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും വരുന്ന വിരുദ്ധ ട്രോളുകളുടെ ചുവട്ടിൽ പോയി നമ്മൾ ഒരിക്കലും ഒരു ബദറും മുഹദും നടത്തേണ്ട ഒരു കാര്യമില്ല. കാരണം അതൊരു ചീപ്പ് ചീള് ചവറ് കേസാണ്. ഇസ്ലാം അതിനേക്കാളൊക്കെ എത്രയോ എലൈറ്റാണ്. ഇസ്ലാം അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ്. ഇടയ്ക്കിടെ അള്ളാഹുവിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ, സുബ്ഹാൻ അല്ലാഹ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേറെ ഒരു പണിയും ഇല്ലാത്ത, കുറേ പ്രൊവോക്ക് ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടി മതം വിട്ടിട്ട് അപ്പേരിൽ ജീവിക്കാൻ നടക്കുന്ന, അതിൻ്റെ പേരിൽ വിലാസം ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ആളുകൾ, ആ ആളുകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വന്നിട്ട് ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, ട്രോളുകൾ ഇറക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ പോയി ഇതിന് മറുപടി, അതിന് മറുപടി, മറ്റതിന് മറുപടി. ഒരിക്കലും നമ്മളതിൽ പ്രകോപിതരാവണ്ട. നമുക്ക് മാന്യമായൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളതാണ്, ഡീസൻ്റായ പ്ലാറ്റ്ഫോം. അതാണ് പ്രിയപ്പെട്ട ഫാരിസൊക്കെ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പരിഹാരം. റൈറ്റ് സൊല്യൂഷൻ, മനീഷ, SKSF-ൻ്റെ, സമസ്തയുടെ പുസ്തകരചന, സ്വന്തമായ വെബ്സൈറ്റുകൾ,
അതിൻ്റെ ഉള്ളിൽ സഭ്യതരമായ പരാമർശങ്ങളില്ല, പ്രകോപനങ്ങളില്ല, മാന്യേതരമായിട്ടുള്ള ഒരു പ്രയോഗങ്ങളില്ല, ഏതെങ്കിലും ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന ടാർഗറ്റിംഗ് ഇല്ല, വിശുദ്ധ ഖുർആൻ അവതീർണമായ പശ്ചാത്തലം പോലെ മാന്യമായ ഭാഷ. ഇതൊന്നും നമ്മുടേതല്ല. അതാണ് ആത്യന്തികമായത്. നമുക്ക് ആർക്കും ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല, അള്ള കൊടുത്ത ഹിദായത്ത് എടുത്ത് മാറ്റാനും കഴിയില്ല. റസൂലുള്ളാഹിനോട് പോലും അള്ളാഹുവിൻ്റെ തിരുത്തതാണ്. എല്ലാ ആളുകൾക്കും റസൂലുള്ളാഹിക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ നടക്കുന്നില്ല. റസൂലുള്ളാഹി സങ്കടപ്പെട്ടു. അള്ളാഹ് എന്താ സമാധാനിപ്പിച്ചത്? വലോ ഷേനാല ആത്തൈനാ കുല്ല നഫ്സിൻ ഹുദാഹ. നമ്മൾ കരുതിയിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമായിരുന്നില്ലേ തങ്ങളെ? ഞാനങ്ങനെ കരുതിയിട്ടില്ല. വലോ ഷേനാല ആത്തൈന കുല നഫ്സിൻ ഹുദാഹ വലാക്കിൻ ഹക്കൽ കൗലു. എൻ്റെ വക്കൽ നിന്ന് വെട്ടൊന്ന് കഷ്ണം രണ്ട് തീരുമാനം ഉണ്ടായിപ്പോയി. എന്താ തീരുമാനം? ല അംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. കുറേ ആളുകൾക്ക് ഇത് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് അങ്ങ് ഓവറായിട്ട് അത് ആലോചിച്ച് വിഷണ്ണനാവണ്ട എന്ന് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോമിൽ മാന്യമായി ഇത് പറയുക, അവരുടേത് മൈൻഡ് ചെയ്യേണ്ട. ഇത് അന്വേഷിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി റെഫറൻസ് ഉണ്ടാവണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവണം, ഉത്തരങ്ങൾക്കും ഉത്തരം ഉണ്ടാവണം, അതിന് അതോറിറ്റി ഉണ്ടാവണം, ഓതന്റിസിറ്റി ഉണ്ടാവണം. ഒക്കെ ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100 ചോദ്യങ്ങൾക്ക് 101 മറുപടിയല്ല ഇസ്ലാം. എങ്കിലും 100 ചോദ്യങ്ങൾക്ക് 102 മറുപടി ഉണ്ടായിരിക്കണം. അതൊക്കെ അവർ തേടുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്നതിനപ്പുറം അവരെ നമ്മൾ ഫോളോ ചെയ്യേണ്ട, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവരെ പിന്നാലെ നമ്മൾ പോകണ്ട, അവരെ വലിയൊരു മാറ്റർ ഓഫ് കൺസേൺ ആയി എടുക്കുകയും വേണ്ട. നമ്മളതൊരിക്കലും ഒരു വലിയ വിഷയമാകുന്നില്ല. ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ എക്സ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞത് വളരെ ചെറിയ മൈന്യൂട്ടായ ന്യൂനപക്ഷമാണ്. അവരുടെയൊക്കെ ഈ കുതന്ത്രങ്ങളിൽ നിന്ന് യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ് വലാകിൻ യഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറ എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതിൻ്റെ കൂടെയാകുവാൻ, അള്ളാഹു പറഞ്ഞ ആ പ്രകാശത്തിൻ്റെ കൂടെയാകുവാൻ അള്ളാഹു ജീവിതത്തിലും മരണത്തിൻ്റെ നേരത്തിലും മരണാനന്തരവും ഇവിടെ കൂടിയ നമുക്കെല്ലാവർക്കും, നമ്മൾ കരുതുന്ന നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ബിഹഖിക ബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനേക്കാളും മനോഹരമായി അള്ളാഹുവേ നിന്റെ സ്വർഗ്ഗലോകത്ത് ഞങ്ങളെല്ലാം നീ ഒരുമിച്ച് കൂട്ടി തരണമേ തമ്പുരാനെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.